മോളെ അംഗൻവാടിയിൽ കൊണ്ടുവിട്ട് വരുന്ന വഴിക്ക് നല്ല മീൻ മേടിച്ചിട്ടോ. രാവിലെ തന്നെ അതുകൊണ്ട് ഫ്രഷ് മീൻ കിട്ടും. കിളിമീൻ ആയതുകൊണ്ട് ഞാൻ വറുക്കാനാണ് നിന്നത്. കാരണം കറി വെച്ച് അവിടെ ആരും കൂട്ടത്തില്ലാത്തതുകൊണ്ട് മൊത്തം എടുത്ത് ഞാൻ വറുത്തു. പിന്നെ കുറച്ച് തോരനും കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഈ ഒരു പയറിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതേ തോരൻ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ വിളിച്ചറിഞ്ഞ് ചോറുന്നാൻ വരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തോരനാക്കാമെന്ന് വിചാരിച്ചു. എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, മഞ്ഞപ്പൊടി ഇട്ടു, പിന്നെ കാശ്മീരി മുളകാണ് ഇട്ടത് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട്. ഈ ഒരു സാധനം ചേട്ടനായാലും എനിക്കായാലും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ പേര് എന്താണെന്ന് മാത്രം അറിയില്ല. ഞാൻ സാധാരണ അംഗൻവാടിയിൽ അവളെ കൊണ്ടുവിടുന്നതിന് മുമ്പ് ചോറ് വെക്കുന്നതാണ്. ഇന്ന് ഞാൻ വെച്ചില്ല, വന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ ഭയങ്കര തിരക്കായിപ്പോയി. പിന്നെ കുറച്ച് പാവക്ക മേടിച്ചിട്ടായിരുന്നു ഉണക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ തവണ ഉണക്കിയപ്പോൾ ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വെയിലത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോഴത്തെ വെയിലിൽ നിന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ അതങ്ങനെ വെയിലത്തോട്ടേ വെച്ചു. പിന്നെ ബാക്കി വന്ന് ഈ പയർ ഞാൻ അരിഞ്ഞിട്ട് നാളത്തേക്ക് എടുക്കാൻ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ട് ബോക്സ് ആട്ടോ. പക്ഷേ എനിക്ക് വലിയ ഗുണമൊന്നും ഇതിനെക്കൊണ്ട് തോന്നിയില്ല. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ഇത് നമ്മൾ തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതേ കുറച്ച് മോര്, കുറച്ച് സവാള ഇട്ട് കുറച്ച് മോരും കൂടി എടുത്ത്, പിന്നെ രാവിലത്തെ ചെറുപയർ ഉണ്ടായിരുന്നു, മീൻ വറുത്തത്, പിന്നെ തോരൻ, മോര് കറി. ഇതൊക്കെ കൂട്ടിയാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. പക്ഷേ ഞാൻ ചോറ് കഴിക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. തണുത്ത വെള്ളം. ഈ ഒരു ചൂടത്ത് എൻ്റെ അമ്മ എന്തോരം തണുത്ത വെള്ളം അറിയാം ഞാൻ കഴിക്കുന്നത്. അവസാനം തൊണ്ട വരാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ മീനും പയറും ചെറുപയറും തൈരും എല്ലാം കൂടെ കൂട്ടി കഴിച്ചു. സൂപ്പറായിരുന്നു, നല്ല എന്ത് രസമായിരുന്നു പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.